പഞ്ചസാര മുരുകണില്ല, പൊടിച്ചിട്ടാ മതി. അങ്ങനെ ചേർത്ത് കൊടുത്തു. അന്നുണ്ടോ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കണം. കിട്ടിയിരുന്നു. അപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഞാൻ കുക്കീസ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ബട്ടറൊക്കെ ആക്കി കുറച്ച് മൈദയൊക്കെ വെതറിയിട്ട് നമ്മൾ നോർമലി ബേക്കിംഗ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അരമണിക്കൂറിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. എന്താവോന്ന് അറിയില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇട്ട് വെക്കട്ടെ. തണുത്താലേ ആ ഒരു കറുമുറും ക്രിസ്പി ആവുള്ളൂ. ഇതൊന്നും കണ്ടില്ല. അപ്പൊ ഈ പേപ്പർ എടുത്തു. നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കഴിച്ചൊക്കെ നോക്കി, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല കറുമുറായിട്ടില്ല. ഒന്നും കൂടെ തണുത്ത ഒന്നും കൂടെ കറുമുറാവും. തീർച്ചയായും സൂപ്പറാണ്. ഈ വിവരം കെട്ട കാക്കയ്ക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും അതൊരു ഇരുമ്പാണ്, അത് എടുക്കാൻ കഴിയൂലെന്ന്. എന്നും പൂച്ച എന്തോ നായ എന്തോ വന്ന് കയറിയാലുണ്ടാവുന്ന ഒരു സൗണ്ട് പോലെ എങ്ങനെ കേൾക്കാം. ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ഇരുമ്പിൻ്റെ പിടിച്ച് വലിക്കുക. കൂട് കൂട്ടാനാണെങ്കിൽ വല്ല വള്ളി ഒത്തോ കുറച്ചാൽ പോരെ. വെറുതെ ആ ഒച്ചയും ബഹളം ഉണ്ടാക്കുക. രാവിലെ തുടങ്ങുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയില്ലേ, രാത്രിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അച്ഛൻ ചോദിച്ചില്ല പറഞ്ഞുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇതാ മറ്റത്തൊരു മൈദ ഇറങ്ങുകൊണ്ട് അച്ഛൻ വന്ന് നിൽക്കണം. ഞാൻ ആദ്യം ചോറ് അങ്ങനെ പോയി. അപ്പം ഞാൻ നേരെ ചോറൊക്കെ ആക്കി സോയാബീൻ പൊരിച്ച് ഇന്നലത്തെ ചെമിക്കറി ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അച്ഛൻ വണ്ടി എടുത്ത് പോയി. അപ്പോൾ രാത്രി പെട്ടെന്ന് നല്ലത് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ കേട്ടൻ്റെ ഉപ്പേരും അതേപോലെ തന്നെ സോയാബീൻ ഉച്ചയ്ക്ക് പൊരിച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കേൻ്റെ കറിയും. അപ്പം പെട്ടെന്ന് ചെടി തീർക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് പോകും. ചൂടെടുത്തിട്ട് ചിക്കൻ ഉണ്ടോന്നാണ്. പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്യുന്ന കട്ടിങ് കൂടി ഞാൻ കാണിക്കണില്ല. ബിക്കോസ് എൻ്റെ പാന് കണ്ടിട്ട് എന്നോട് അത് ആദ്യം ഒഴിവാക്കാൻ കുറേ പേര് കമൻറ്റ് ബോക്സ് പറഞ്ഞു. അപ്പോൾ എൻ്റെ കട്ടിങ് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നത് ഞാൻ ഊഹിക്കുന്നു. സോ ഞാൻ കട്ടിങ് ബോർഡ് കാണിക്കണില്ല.
എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടീസൊക്കെ കഴിഞ്ഞേക്കുന്നത് നല്ല വേർത്തൊരു പരിപാടിയായിട്ട് അടുക്കളയിൽ ഭയങ്കര ചൂടാണ്. ഉച്ചയ്ക്കാണെങ്കിൽ കുളിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളത്ത് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടീസൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അടുക്കളയിലേക്കേ പോകലില്ല. പക്ഷെ ഇപ്പം രാത്രി ഫുഡ് ഉണ്ടാക്കി ഭയങ്കര വേർപ്പും അതൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ പോയി